ഞാൻ ആദ്യമേ വ്യക്തമാക്കി, ഇതിനൊരു സമഗ്രമായ നിയമനിർമ്മാണം ആവശ്യമാണെങ്കിൽ അത് വേറെ ഘട്ടത്തിൽ ആലോചിക്കാം. ഈ ഘട്ടത്തിൽ അത് പരിഗണിക്കേണ്ടതില്ല. അതുകൊണ്ട് നിരാകരിക്കണമെന്നാണ് ഞാൻ സഭയോട് ആവശ്യപ്പെട്ടത്. ശാസ്ത്രീയമായ ടൂറിസം ഈ റിസോർട്ടുകൾ ഉണ്ടാക്കുന്നതും മറ്റും ഇത്തരം കാവുകളൊക്കെ വെട്ടി നശിപ്പിക്കാൻ, മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതൊക്കെ കാരണമാകുന്നുണ്ടോ എന്നുള്ളതും, അതുകൊണ്ടാണ് ഈ വാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങി വരുന്നതിനൊക്കെ കാരണമാകുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നശിപ്പിക്കപ്പെടുന്നതാണെന്നുള്ളതും കൂടി അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ? ഇവിടെ ജയരാജ് സാർ സൂചിപ്പിച്ച പോലെ പൂർവികരായിട്ട് ചില കാര്യങ്ങൾ വളരെ കൃത്യമായി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അവരുടെ ആ ഒരു ദീർഘവീക്ഷണവും അവരുടെ അത്തരത്തിലുള്ള ഇടപെടലുകളുമാണ് ഈ കാവുകൾ സംരക്ഷിക്കപ്പെട്ട് ഇന്ന് നിലനിൽക്കുവാനുള്ള സാഹചര്യം വന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിക്കുന്നത് സംരക്ഷണത്തിന് വേണ്ടി വെക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള തുക അപര്യാപ്തമാണ് എന്നുള്ള ഞാൻ സൂചിപ്പിച്ചു. അതിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് ഞാൻ വായിച്ചു. ആ പരിമിതമായ ഹെഡിൽ നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഇത് പ്രത്യേകമായ നിലയിൽ നമുക്കിതിന് കൂടുതൽ ഗൗരവത്തോടെ നമുക്കിവിടെ കാണേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഒപ്പം തന്നെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കി കാണുമ്പോൾ ഇപ്പോൾ BMCകൾ വഴിയാണ് ഇതിൻ്റെ ഒരു സംരക്ഷണം ഏതെങ്കിലും നിലയിൽ നമുക്ക് നടത്താൻ കഴിയുന്നത്. അവരുടെ പ്രവർത്തന മേഖല വളരെ പരിമിതമാണ്. അവർക്ക് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റ്സിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സംരക്ഷണത്തിന് പൂർണ്ണ തോതിൽ നമുക്ക് എത്തിച്ചെടുക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ ആദ്യമേ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ബഹുമാനരായ അംഗങ്ങൾ സൂചിപ്പിച്ച പോലെ സ്വകാര്യ വ്യക്തികളുടെ ട്രസ്റ്റുകളുടെ പേരിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആധികാരികമായ രേഖ പലപ്പോഴും മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ നേരത്തെ തന്നെ നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരുന്നൊരു വിഷയമാണ്. വനസംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു, എന്നാൽ കാവ് സംരക്ഷണത്തിന് ആവശ്യമായ പ്രാധാന്യമോ പ്രാമുഖ്യമോ കൊടുക്കാതിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത് ഒരു വളരെ വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഈ ഒരു നിയമമായി കൊണ്ടുവന്ന് മുമ്പോട്ട് പോകേണ്ട സമയമായിരുന്നു. അതിലേക്ക് കടക്കാതെ പോയി എന്നുള്ളത് തികച്ചും ദുഃഖകരമായ ഒന്ന് തന്നെയാണ്. എന്തായാലും നമുക്ക് ഇന്ന് കൂടുതൽ പ്രോമിനൻസോടെ ഈ ഒരു വിഷയത്തെ നമുക്ക് ഏറ്റെടുത്ത് നമുക്ക് നീങ്ങാൻ കഴിയണം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ സർ, ഇവിടെ നമുക്ക് ഈ കാവുകളിലേക്കുള്ള കയ്യേറ്റം അത് പലപ്പോഴും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ അകത്തൊരു നടപടികൾ എടുക്കാൻ കഴിയുന്നില്ല. അവർ ഒരുപക്ഷെ ഡോക്യുമെന്റ്സിന് അഭാവമായിരിക്കും. ഇപ്പോൾ കംപ്ലയിൻസോ പോലീസ് കംപ്ലയിൻസോ ഒക്കെ വരുമ്പോൾ അതിനകത്തേക്ക് ഇടപെടുന്ന സാഹചര്യം വരുന്നു. അവിടെ അതൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനായി മാറിപ്പോകുന്ന നിലയിലേക്ക് വരുന്നു. അപ്പോൾ എന്തായാലും ഗവൺമെന്റ് ഇങ്ങനൊരു നിയമത്തെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായ ഒന്നാണ്. ആ ഒരു നിയമത്തിലൂടെ ഇതിനൊരു പൂർണ്ണ സംരക്ഷണയിലേക്ക് നമുക്ക് കാവുകളുടെ സംരക്ഷണത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണം. ഗവൺമെന്റ് ഇങ്ങനൊരു നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിത് ചർച്ച അവസാനിപ്പിക്കുകയാണ്, പിൻവലിക്കുകയാണ്. വനം വന്യജീവി വകുപ്പ് മന്ത്രിക്ക് ഒരു ഹ്രസ്വ പ്രസ്താവന ചെയ്യാവുന്നതാണ്. മന്ത്രിക്ക് എന്തെങ്കിലും പറയാൻ പ്രസ്താവന ചെയ്യാവുന്നതാണ്. ചർച്ച തുടരുന്നില്ല. ഇല്ല, ചർച്ച അവസാനിപ്പിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. അല്ല, അവസാനിപ്പിച്ചു. അദ്ദേഹം അവസാനിപ്പിച്ചു. അത് സംബന്ധിച്ച് മന്ത്രിക്ക് അവസാനിപ്പിച്ചു. മന്ത്രിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മളൊരു നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട്. കാവുകൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരമൊരു ബില്ല് നിയമസഭ പരിഗണിച്ച് പാസ്സാക്കേണ്ടതില്ല. ശ്രീ അനൂപ് ജേക്കബ്, അങ്ങ് ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം തള്ളിയിരിക്കുന്നു. ബില്ലിനെ അവതരണ അനുമതി നിഷേധിച്ചിരിക്കുന്നു. സഭയുടെ അനുമതിയോട് ഉപക്ഷേപം